ഹലോ മൈ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരുടെയും പഠനം വളരെ ഉഷാറായി ഇൻട്രസ്റ്റോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് മിസ് കരുതുന്നു. ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് അറിയാൻ പോകുന്നത്. അതിനു മുന്നേ മിസ് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ എവിടെയെങ്കിലും ജോലി ചെയ്തതായി കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടിനടുത്തോ നിങ്ങളുടെ പരിസര പ്രദേശത്തോ എങ്ങനെയും? ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത്, സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകാറില്ല എല്ലാവരും. അങ്ങനെ ടൂർ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ ടേബിൾ ക്ലീൻ ചെയ്യാനും അങ്ങനെ വെയിറ്റേഴ്സൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികൾ, നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെ വരൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? മിസ്സും കണ്ടിട്ടുണ്ട്, ഒത്തിരി കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. പക്ഷേ ഉണ്ട്, നമ്മളവിടെ ടൗണിലൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് കുട്ടികളുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഞങ്ങളൊക്കെ പറയും, ഞങ്ങളുടെ മിസ്സിൻ്റെ ഒക്കെ നാട്ടിൽ കുപ്പിപ്പാട്ട് പറക്കുക എന്ന് പറയാം. അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുപോകാൻ കുറച്ച് കൂട്ടർ വരും. അതിലും കുട്ടികളെ കാണാറുണ്ട്. ഈ സ്കൂളിലൊക്കെ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ട്. അതല്ലെങ്കിൽ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇതൊക്കെ ഈ വേസ്റ്റുകളൊക്കെ പറക്കി കൂട്ടുന്ന കുട്ടികളെയും കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കാബൂളിവാല എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? കാബൂളിവാല കുറച്ച് പഴയ പടമാണ്, പക്ഷെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാരണം ടിവിയിലൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുള്ളൊരു പടം. അപ്പോൾ ആ സിനിമയിൽ കുറേ കുട്ടികളുണ്ട് ഇതുപോലെ, എന്താ പറയുക, കുഞ്ഞു മക്കള് സ്കൂളിലൊക്കെ പഠിക്കേണ്ട പ്രായം, ചുമലിൽ വലിയൊരു ചാക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടു കാണും ആ സിനിമ. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ജോലി എന്താ? ഈ വേസ്റ്റൊക്കെ പെറുക്കി കൂട്ടി ചാക്കിലിടുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ റാക്ക് പിക്കേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം. ഈ വേസ്റ്റ് കൂനലൊക്കെ പോയി തപ്പി തെരഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടും, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെ ഒരു കൂട്ടർ അല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിൽ അതേപോലത്തെ ഒരു കുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇന്ന് ഈ സ്റ്റോറിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബുക്കിന്റെ പേര് ലോസ്റ്റ് സ്പ്രിംഗ് സ്റ്റോറീസ് ഓഫ് സ്റ്റോളൻ ചൈൽഡ്ഹുഡ്. ഇതൊരു ബുക്കാണ്. ഇതിലൊരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ആനിസ് ജങ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ്. അവരൊരു ഇന്ത്യൻ റൈറ്ററാണ്. ഇന്ത്യൻ ആണ് ഒറിജിൻ. വിദേശത്ത് അമേരിക്കയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള ഒരു വളരെ ഫേമസ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അവർ കോളമിസ്റ്റ് പത്രത്തിലൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് നോട്ടഡ് വർക്ക് എന്ന് പറയുന്നത് അൺവെയിലിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക്, വളരെയധികം ശ്രദ്ധയാർജിച്ചിട്ടുള്ളൊരു ബുക്കാണ്. മോസ്റ്റ് ഓഫ് ഹർ വർക്ക്സ്, അവരുടെ കോളായിക്കോട്ടെ, അവരെഴുതുന്ന കൃതികൾ എന്തായിക്കോട്ടെ, അതിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അധികം ആൾക്കാരുടെ കണ്ണ് എത്തപ്പെടാത്ത ഒരു ഭാഗം. അതാണ് ഇവർ അധികവും എഴുതി എല്ലായിടത്തും എഴുതുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും. വീണ്ടും ഒരു സിനിമയെ മിസ് പരാമർശിക്കുന്നത് സ്ലം ഡോഗ് കണ്ടിട്ടുണ്ടോ? കണ്ടു കാണാം, എല്ലാവരും കണ്ടു കാണും. യെസ്, അതിൽ നമ്മൾ ഒരുപാട് സീന് നമുക്ക് കാണാനുണ്ട് അല്ലേ? ബോംബെയിലെ ആ തെരുവിൽ വളരുന്ന കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു മുഖം നമ്മുടെ ഇന്ത്യക്കുണ്ട്. നല്ല ഭംഗി മനോഹരമായൊരു മുഖവും അതിന് പിന്നിൽ ചെറിയൊരു ഡാർക്ക് ഫേസ് കൂടി ഇന്ത്യക്കുണ്ട്. അപ്പോൾ അങ്ങനെ തെരുവിൽ വളരുന്ന കുട്ടികൾ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഹൈജീനിക് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നെയുണ്ട്. അതിൽ കുട്ടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇന്ത്യയുടെ ഒരു മുഖം എഴുതി കാണിക്കുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് നമ്മുടെ ആനിസ് ജങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവരുടെ ഈ അൺവെയിലിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക് വളരെയധികം ശ്രദ്ധയാർജിച്ച ഒരു ബുക്കാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോസ്റ്റ് സ്പ്രിംഗ് സ്റ്റോറീസ് ഓഫ് സ്റ്റോളൻ ചൈൽഡ്ഹുഡ്, റിട്ടൺ ബൈ ആനിസ് ജങ്. ഓക്കെ, ആനിസ് ജങ്ങിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ചുകൂടി മോർ ഇൻഫർമേഷൻ ഒക്കെ ഒന്ന് സ്വയം ഗൂഗിളിലൊക്കെ നോക്കി കണ്ടെത്താൻ ശ്രമിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് കേട്ടോ. ഒരു ജനറൽ നോളജ് ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് സമയം കളയാതെ സ്റ്റോറിയിലേക്ക് കടക്കണം. നമ്മുടെ ഈ സ്റ്റോറിയുടെ പേര് അവർ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സംടൈംസ് ഐ ഫൈൻഡ് എ റുപ്പി ഇൻ ദ ഗാർബേജ്. സംടൈംസ് ഐ ഫൈൻഡ് എ റുപ്പി ഇൻ ദ ഗാർബേജ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് ഒരു റാക്ക് പിക്കർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് ബിൻ ആണ്. നമുക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ, നമുക്ക് വേണ്ടാത്ത, നമ്മൾ ഉപേക്ഷിച്ച സാധനങ്ങൾ, അതായത് ഉപയോഗശൂന്യമായ സാധനങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലം. ഇനി തുടങ്ങുകയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Why do you do this? I ask Shehab, whom I encounter every morning scrounging for gold in the garbage dumps of my neighborhood. അപ്പോൾ കഥ തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തിലൂടെയാണ്. എന്താ ചോദിക്കുന്നത്? Why do you do this? നീ എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ റൈറ്റർ ചോദിക്കുകയാണ് ഈ ഷെഹബിനോട്. ഷെഹബ് ആരാണ്? നമ്മുടെ കഥയിലെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കുട്ടി. അവനോട് ചോദിക്കുകയാണ് റൈറ്റർ, നീ എന്തിനാ ഇത് എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ റൈറ്ററിനെ എങ്ങനെ ഷെഹബിനെ അറിയാം?
whom I encounter every morning scrounging for gold in the garbage dumps of my neighborhood. എന്ന് ഞാൻ ഷെഹബിനെ കാണാറുണ്ട്. ഇവിടെ എൻകൗണ്ടർ എന്ന് പറഞ്ഞ അർത്ഥം കം അക്രോസ്, അല്ലെങ്കിൽ നമ്മൾ കാണുക, മീറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ എന്നും കാണാറുള്ള ഈ ഷെഹബി ആൺകുട്ടിയോട് ഞാൻ ചോദിക്കണം. സ്ക്രൗഞ്ചിങ് ന്യൂ വേർഡ് ആയിരിക്കാം. സ്ക്രൗഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരയുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. സ്ക്രൗഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ കിട്ടാൻ വേണ്ടിയിട്ട്, സീക്ക് ഫോർ സംതിങ്, നമുക്ക് എന്തോ കിട്ടാൻ വേണ്ടി നമ്മൾ ബെഗ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ തിരയുന്നതാകാം. ഇതൊക്കെ സ്ക്രൗഞ്ചിങ്ങിൽ പെടും. അപ്പൊ ഇവിടെ പറയുന്നത് ഐ എൻകൗണ്ടർ എവറി മോർണിംഗ് സ്ക്രൗഞ്ചിങ് ഫോർ ഗോൾഡ് ഇൻ ദ ഗാർബേജ് ഡംപ്സ് ഓഫ് മൈ നൈബർഹുഡ്. എൻ്റെ അടുത്തുള്ള ഒരു ഗാർബേജ് ഡംപില് എല്ലാ ദിവസവും ഈ കുട്ടി ഇങ്ങനെ എന്തിനോ വേണ്ടിയല്ല, ഗോൾഡ് എന്നാണ് ഇവിടെ പറയുന്നത്. തിരയുന്ന ഈ ഷെഹബിനോട് ചോദിച്ചു, വൈ ഡു യു ഡു ദിസ്, നീ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ എന്താ, ഗോൾഡിന് വേണ്ടിയാണോ ഈ കുട്ടി ഗാർബേജിൽ തിരയുന്നത്? ഇവിടെ ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? വളരെ നല്ലൊരു മെറ്റഫറാണത്. ഗോൾഡ് എന്ന് പറയുന്നത് ഇവിടെ ഇവർക്ക് ഗാർബേജ് കിട്ടുന്നത് എല്ലാം ഗോൾഡാണ്. മീൻസ് അവരുടെ ഗാർബേജിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് എന്തും അവരുടെ ലൈഫ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. അതായത് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ കുട്ടികളിനെ ബിലോങ്സ് ചെയ്യുന്ന പാരൻസ് ഒന്നും വേറെ ജോലിയൊന്നുമില്ല. അപ്പൊ അവര് ഇവിടെ റൈറ്റർ പറയുന്നത് എന്തോ സ്വർണം തിരയുന്ന മാതിരി, അല്ലെങ്കിൽ സ്വർണം കിട്ടാൻ വേണ്ടി ഇവൻ തിരയുന്ന പോലെ ഒരു വാല്യൂബിൾ, അവനക്ക് അവിടുന്ന് കിട്ടുന്നത് എന്തും വാല്യൂബിൾ ആണ് എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. Shahab left his home long ago, set amidst the green field of Dhaka. His home is not even a distant memory. There was many storms that swept away their fields and homes, his mother tells him. That's why they left, looking for gold in the big city where he now lives. അപ്പോൾ ഷെഹബിനെ കുറിച്ചുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാണ്. ഷെഹബ് ഹീസ് ഫ്രം ധാക്ക. ധാക്ക എവിടെയാണ്? യെസ്, ബംഗ്ലാദേശ്. അവിടെ നിന്നാണ് ശരിക്കും ബംഗ്ലാദേശിലുള്ള ആൾക്കാരാണ് ഇവര്. ഇപ്പൊ ഇവർ താമസിക്കുന്നത് നമ്മുടെ റൈറ്ററിന്റെ സിറ്റിയിൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് അവര് അവിടെ ധാക്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, ചിലർ പ്രിന്റഡ് നോട്ടീസൊക്കെ ആയിട്ട് വരാം അല്ലെ, വെള്ളപ്പൊക്കത്തിൽ പെട്ടു, കൊടുങ്കാറ്റിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നും മറ്റു അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരെ നമുക്ക് കാണാം. അപ്പൊ അതുപോലെ വീടെല്ലാം നഷ്ടപ്പെട്ടിട്ട്, ആ വീടിന്റെ ഒരു പൊടി പോലും ഇപ്പൊ ഇല്ല, അമ്മ പറയുന്നതൊക്കെ കേട്ടിട്ട് പറയണം. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ട്, വീടില്ല, കുടിയില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ സീറോ ആയിട്ടുള്ള ആൾക്കാരാണ്, അവരാണ് കുടിയേറി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ കാണണം, ഇങ്ങനെയും കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ ചുറ്റുമുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ ദാറ്റ്സ് വൈ ദേ ലെഫ്റ്റ് ലുക്കിംഗ് ഫോർ ഗോൾഡ് ഇൻ ദ ബിഗ് സിറ്റി വേർ ഹി നൗ ലിവ്സ്. അപ്പോൾ ലുക്കിംഗ് ഫോർ ഗോൾഡ് മീൻസ് യെസ്. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് അവര് ഇപ്പോ ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ബിഗ് സിറ്റിയിൽ അവര് അഭയം തേടിയിരിക്കുകയാണ് ഫോർ സർവൈവിംഗ് ദെയർ ലൈഫ്. I have nothing else to do, he mutters, looking away. അപ്പൊ ചോദിച്ചത് എന്താ ചോദ്യം? നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത് ചോദിച്ചില്ലേ? അപ്പൊ പറയണേ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. അപ്പൊ go to school, I say glibly, realizing immediately how hollow the advice might sound. അപ്പൊ പറയാണ്, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നീ എന്താ അവിടെ ചെയ്യുന്നത്? എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ഗോ ടു സ്കൂൾ. നീ എന്താ അവിടെ നിൽക്കണം? നിനക്ക് സ്കൂളിൽ പോയിക്കൂടെ? പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് അതൊരു സാധാരണ ഒരു പറച്ചിലാണല്ലോ. ഇപ്പൊ നമ്മളായാലും ഞാനായാലും ഒരു സ്കൂളിൽ പോകണ പ്രായമുള്ള കുട്ടീനെ അവൻ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ എന്താ അവിടെ നിൽക്കുന്ന, സ്കൂളിൽ പോയിക്കൂടെ എന്ന് ചോദിക്കും, സാധാരണ ചോദ്യം. പക്ഷെ ചോദിച്ചെങ്കിലും കൂടി പിന്നെയാണ് ആ ചോദ്യത്തിലെ ഒരു ഹോളോനെസ്, ആ ഒരു സീറോനെസ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം വീടില്ല, കുടിയില്ല, സ്കൂളില്ല, ഈ കുട്ടി എങ്ങനെ സ്കൂളിൽ പോകാനാണല്ലേ? പക്ഷെ ആ ഒരു പ്രായത്തിൽ നമ്മൾ കണ്ട കുട്ടികളെയൊക്കെ എന്താ പറയാ, നമ്മൾ ചോദിക്കും, നീ എന്താ അവിടെ നിൽക്കണം, കളിച്ച് നിൽക്കണം, സ്കൂളിൽ പോയി കൂടെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി there is no school in my neighborhood. When they build one, I'll go. എന്താ പറഞ്ഞത്? എൻ്റെ അടുത്തൊന്നും ഒരു സ്കൂളില്ല. ഇനി അവര് എന്തെങ്കിലും ഒരു സ്കൂൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും പോകും. If I start a school, will you come? I ask, half joking. Yes, he says, smiling broadly. അപ്പൊ പറഞ്ഞു, ഓക്കെ, ഞാനൊരു സ്കൂൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നീ വരുമോ? ഓഫ് കോഴ്സ്, ഐ വിൽ കം ടു യുവർ സ്കൂൾ. സോ അവൻ ആദ്യത്തെ എക്സ്ക്യൂസ് എന്തായിരുന്നു? ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. അതുകൊണ്ടാണ് നീ എന്താ അവിടെ ചെയ്യുന്നത്? എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. യെസ്. ദെൻ പറഞ്ഞു, നിനക്ക് സ്കൂളിൽ പോയി കൂടെ? എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും സ്കൂളില്ല. അവരെന്തെങ്കിലും ഒരു സ്കൂൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഞാൻ പോകും. അപ്പൊ നമ്മുടെ റൈറ്റർ എന്ത് ചോദിച്ചു? ഞാനൊരു സ്കൂൾ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നീ വരുമോ?
ഓഫ് കോഴ്സ്. അപ്പൊ അവന്റെ ആ സ്മൈൽ ബ്രോഡ്ലി, അപ്പൊ അവന്റെ ഉള്ളിൽ സന്തോഷമുണ്ട്, സ്കൂളിലേക്ക് പോകാനുള്ള ജിജ്ഞാസയുണ്ട്, ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. A few days later, I see him running up to me. Is your school ready? It takes longer to build a school, I say. Embarrassed at having made a promise that was not meant. ബട്ട് പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ഇവരെ കണ്ടപ്പോൾ കുട്ടി ഓടി വന്ന് ചോദിച്ചു, ഈസ് യുവർ സ്കൂൾ റെഡി? സ്കൂൾ ആയോ, വരട്ടെ എന്നുള്ള ഇതിൽ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ഇറ്റ് ടേക്സ് ലോങ് ടു ബിൽഡ് എ സ്കൂൾ. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു സ്കൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവില്ല, എനിക്ക് ഇഷ്ടംപോലെ സമയം എടുക്കും പറയാം. പക്ഷെ ഐ സേ എംപാരസ്ഡ് at having made a promise that was not meant. അതായത് ഒരുപാട് എന്താ പറയുക, ആൾക്കൊരു ഷൈനസ് തോന്നി. കാരണം വെറുതെ കുട്ടിക്കൊരു പ്രോമിസ്, ഒരു ജോക്ക്, ഒരു തമാശക്ക് പറഞ്ഞതാലും കൂടിയിട്ട് അവനത് വീണ്ടും ചോദിച്ചു. ചിലപ്പോൾ അവനക്കൊരു പ്രോമിസ് കൊടുത്ത പോലെ. എന്നത് എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഒരിക്കലും അവനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ സ്കൂളിലേക്ക് നീ വരുന്നു. ജസ്റ്റ് എ ജോക്ക്, ഇറ്റ് വാസ് ജസ്റ്റ് എ ജോക്ക്, ബട്ട് he keep asking about the school, So she feel embarrassed. But promise like mine abound in every corner of his bleak world. പക്ഷെ അവനക്ക് ഇതൊരു പുതുമയായിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ abound എന്ന് പറഞ്ഞാൽ too much. In every corner of his bleak world. Bleak means empty world. Why it says bleak world? Why it says empty world? Because in his world there's nothing. He used to do scrounging at the garbages and what else he has? Nothing. ഒന്നുമില്ല. അവന്റെ എംപ്റ്റി വേൾഡ് തന്നെയല്ലേ. അവനക്ക് എന്താണുള്ളത്? എന്നും ഗാർബേജിൽ പോയിട്ട് ഓരോന്ന് തപ്പി തടയുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ശൂന്യമായ വേറെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ വേറെ ഒരു ഒന്നും ചെയ്യാനില്ലാത്ത ആ ഒരു കുട്ടി, ആ ഒരു കുഞ്ഞു മനസ്സ് അല്ലെങ്കിൽ അവന്റെ ആ കുഞ്ഞു ലോകം, എംപ്റ്റി ആയിട്ടുള്ള വേൾഡിലേക്ക് ഒരുപാട് ഇതുപോലത്തെ പ്രോമിസസ് വന്നു പോയി കണ്ട. എനിക്കിത് കിട്ടുമ്പോൾ ഞാൻ നിനക്ക് തരാം, അങ്ങനൊക്കെ ഒരുപാട് പ്രോമിസ്. അപ്പൊ അവനക്ക് അതൊന്നും ഒരു പുത്തനല്ല. പക്ഷെ അവിടെ ഇതിൽ നിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓടി വന്ന് ചോദിച്ചത് കേട്ടോ, നിങ്ങളുടെ സ്കൂൾ റെഡിയായോ എന്ന് ചോദിച്ചാൽ, അപ്പൊ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് പോകാനുള്ള ഒരു ഇഷ്ടം അല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്നും സ്കൂളിൽ പോകണല്ലോ, എന്നും പഠിക്കണല്ലോ, അതാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ അതിന്റെ മധുരം അറിയാത്തവർക്ക്, അതിന്റെ ഒരു ആനന്ദം കിട്ടാത്തവർക്ക് അത് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു മോഹം കണ്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ എത്ര വലിയ ഭാഗ്യം. അത് ഒരിക്കലും മറക്കരുത്. നമ്മൾ എങ്ങനെ മറക്കാതിരി, ഞാൻ മറക്കില്ല മിസ്, ഞാൻ മറക്കില്ല, സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റി, പഠിക്കാൻ പറ്റും, ഞാൻ മറക്കില്ല. അതല്ല സംഭവം. ഓക്കെ മിസ്സിന് എന്താ വേണ്ടത്? മിസ് എന്താ ഉദ്ദേശിച്ചത്? എങ്ങനെ മറക്കില്ല? വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലേക്ക് എല്ലാ പാഠങ്ങളും ഇതുപോലെ എത്തുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഓഫ് കോഴ്സ് അത് മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ മിസ് മനസ്സിലാക്കും, നിങ്ങൾ മറക്കുന്നില്ല, നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, സൗഭാഗ്യങ്ങൾ. After months of knowing him, I ask him his name. Shehab Alam. He announces. He does not know what it means. If he knew its meaning, Lord of the universe, he would have a hard time to believe it. അപ്പോൾ ഇങ്ങനെ ഇവരിടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ്, ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നവരാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ അറിഞ്ഞു, പരിചയപ്പെട്ടതിന് ശേഷം പേര് ചോദിച്ചു. പേരെന്താണെന്നറിയാമോ? ഷെഹബ് ആലം. ആലം മീൻസ് വേൾഡ്, യൂണിവേഴ്സ്. അപ്പോൾ അവന്റെ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലോർഡ് ഓഫ് യൂണിവേഴ്സ് എന്നാണ്. ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന അർത്ഥം വരുന്ന ഈ മകൻ, ഈ കുട്ടി, ഇവന്റെ പേരിന്റെ അർത്ഥം അവൻ അറിയുമോ എന്നറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവനക്ക് അത് കൺവിൻസ്ഡ് ആവണമെങ്കിൽ തന്നെ ഹി വുഡ് ഹാവ് എ ഹാർഡ് ടൈം ടു ബിലീവ് ഇറ്റ്. അതവൻ വിശ്വസിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞ ഇത്രയും ഗംഭീരമായ മഹത്തായ പേരിന് ഉടമസ്ഥനാണോ ഞാനെന്ന് അവൻ വിശ്വസിക്കുമ്പോൾ തന്നെ it's become very hard for him, അവനക്കത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവന്റെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലീക്ക് വേൾഡ്. ഒരു ഹോപ്പില്ല, കളറില്ലാത്ത, സുഗന്ധമില്ലാത്ത, സ്വപ്നങ്ങളില്ലാത്ത ഒരു എംപ്റ്റി വേൾഡാണ് നമ്മുടെ ഷെഹബ് ആലത്തിന്റെ ആലം. യെസ്. Unaware of what his name represents, he roams the streets with his friends, an army of barefoot boys who appear like the morning birds and disappear at noon. Over the months, I have come to recognize each of them. അപ്പൊ എന്നും ഇവരെ നമ്മുടെ റൈറ്റർ ഇവരെ കാണുകയാണ് അല്ലെ, എന്നും കാണാം. അങ്ങനെ ഇവരെ ഓരോരുത്തരെയും ഇവർക്ക് വളരെ ഫെമിലിയർ ആയി. ഇനി unaware of what his name represents, he roams the streets with his friends, an army of barefoot boys who appear like the morning birds and disappear at noon.
നമ്മൾ കണ്ടിട്ടില്ലേ, എന്താ പറയുക, പക്ഷികൾ, ഒരു കൂട്ടം പക്ഷികൾ ചേർന്നങ്ങനെ പറന്നു പോകും. ഈവനിങ് ആകുമ്പോഴത്തേക്കും അവർക്ക് തിരിച്ച് പറക്കും. മിസ്സിന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്. മിസ്സിന്റെ ചെറുപ്പത്തിൽ മിസ് താമസിച്ചിരുന്ന സ്ഥലത്ത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലായിരുന്നു. അവിടെ ഞങ്ങളുടെ വീടിന്റെ നേരെ മുന്നിൽ വലിയ പാടമാണ്, നെൽകൃഷി ചെയ്യുന്ന പാടം. അപ്പൊ എന്നും എനിക്ക് കാണായിരുന്നു കുറേ പക്ഷികൾ, കറുത്ത കാക്ക വലിയെടുക്കും, പിന്നെ ഒരുമിച്ചാണ് ഒരു കൂട്ടായിട്ട് അവർ പറക്കും, ഒരുമിച്ച് അങ്ങനെ പറന്നു പോകും. ഈവനിങ്ങിലാകുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സൂര്യ അസ്തമിക്കുന്ന നേരത്ത് തിരിച്ച് ഇങ്ങോട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതിപ്പോഴും ഞാൻ ഓർക്കുന്നു പെട്ടെന്ന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. ഇപ്പൊ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മിസ്സിന് ഉറപ്പില്ല. അപ്പോ അതുപോലെ ബെയർഫൂട്ട്, ചെരുപ്പൊന്നിടാത്ത ഒരു ആർമി എന്നാണ് ഇവരെ ഇവിടെ ഉപമിക്കുന്നത്, പറയുന്നത്. അതായത് ഒരു കൂട്ടം കുട്ടികൾ, നമ്മുടെ കാബൂളിവാല സിനിമ ഓർക്കുക, അതിൽ എക്സാക്ട് സീൻ ഉണ്ട്. ഈ ചാക്കും തൊഴിലേറ്റി ഒരു കൂട്ടം ആൾക്കാർ, കുട്ടികളുടെ ഇറങ്ങാണ് സ്ട്രീറ്റിലുള്ള ചപ്പുചവറുകൾ, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടാൻ. തിരിച്ച് അന്ത്യമാകുമ്പോൾ ഇവര് തിരിച്ച് കൂടണയും, പക്ഷികൾ കൂടണതുപോലെ ഇവര് തിരിച്ച് ഇവരുടെ കുഞ്ഞു കുഞ്ഞു കുടകളിലേക്ക് തിരിച്ചു പോകും. ഈ ഒരു കാഴ്ച അതാണ് ഇവിടെ റൈറ്റർ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്. Why aren't you wearing chappals? I asked one. My mother did not bring them down from the shelf. He answered simply. അപ്പൊ ഇതിൽ ഒരുത്തനോട് ചോദിച്ചു, എന്ത് ചെരുപ്പൊന്നും ഇടാത്ത? അപ്പൊ ആൻസർ എന്താ? My mother did not bring them down from the shelf. He answered simply. അതായത് എന്റെ അമ്മ അത് ഷെൽഫിൽ നിന്ന് എടുക്കാൻ പോലും സമ്മതിക്കില്ല. ഇത് നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവായിരിക്കും. മിസ്സിനൊക്കെ അറിയാം. നിങ്ങളുടെ കാര്യം വെച്ചാൽ ഇപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. മിസ്സിൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഇതുപോലെ ഒരു ചെരുപ്പ്, നല്ലൊരു ജോഡി ചെരുപ്പൊക്കെ കിട്ടിയാൽ നമ്മൾ അത് എടുത്തു വെക്കും. വളരെ അപൂർവം എടുക്കുള്ളൂ, കാരണം അയ്യോ നാശമാവുമല്ലോ എന്നുള്ളൊരു ഇതിൽ. അപ്പൊ നമ്മുടെ അമ്മമാരും അങ്ങനെ തന്നെ, അയ്യോ അതിടണ്ട, ആ മറ്റേ ചെരുപ്പിട്ട് പോയിക്കോ, അത് ഇടണ്ട, അത് വല്ലപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഇടാം, അങ്ങനെ എടുത്തു. ഇവിടെ ഇവർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആസ് ദേ വർ ബിയോണ്ട് ഹിസ് റീച്ച്, ഒരു ജോഡി ചെരുപ്പ് അവർക്ക് ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാവുന്ന, അവർക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാവുന്നതല്ല. അപ്പൊ ഉണ്ടെങ്കിൽ അമ്മ അത് വളരെ പ്രിഷ്യസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുക. എന്റെ അമ്മ അത് ഇടാൻ തരില്ല, പറയാണ്, ഷെൽഫിൽ നിന്ന് പുറത്തെടുക്കുകയില്ല. Even if she did, he will throw them off, adds another, who is wearing shoes that do not match. Okay. വേറൊരാണ് അപ്പൊ കൂട്ടിച്ചേർത്ത് പറയാണ്, അവന് ഇട്ടിരിക്കുന്ന ഷൂ ഡു നോട്ട് മാച്ച്, മീൻസ് ഇതുപോലെ ഗാർബേജിൽ നിന്ന് കിട്ടുന്നതാണ് അവർക്ക്. അപ്പൊ അതൊക്കെ അവർ ഉപയോഗിക്കുകയാണ്. Even if she did, he will throw them off. ഇനിയിപ്പോ അമ്മ എങ്ങാനും എടുത്തു കൊടുത്താൽ ഇവനത് കളയും. മറ്റോ പറയാണ് കൂട്ടുകാരെ. When I comment on it, he shuffles his feet and says nothing. I want shoes, says a third boy who has never owned a pair in all of his life. അപ്പൊ ഈ പറഞ്ഞ ആള് രണ്ട് കാലമില് രണ്ട് തരം ഷൂസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോ അവനൊന്നും പറഞ്ഞില്ല, അവൻ കാലിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി പിടിച്ചു. അപ്പൊ മറ്റൊരെന്ന് പറഞ്ഞാൽ അയ്യോ എനിക്കും ഷൂസ് വേണം, അവന്റെ ലൈഫിൽ അവൻ ഷൂസ് എല്ലാം ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൂട്ടം കുട്ടികൾ, നമ്മുടെ കാബൂളിവാല കുട്ടികൾ, അവരടുത്ത് ഒരു ചോദ്യമായി ചെന്നപ്പോൾ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പൊ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തിങ്ങിക്കിടക്കുന്ന അവരുടെ ആഗ്രഹങ്ങളാണ് പുറത്തേക്ക് ബ്ലുംബ്ലുംച്ചിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലെ. ഈ റൈറ്ററോട് അവർ പറയാണ്, അല്ലെ, അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ പറയണം. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ കയ്യിലായിരുന്നു കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പ്രായം കൂടിയാണ്. അപ്പൊ ഈ കുഞ്ഞു മക്കൾക്കൊന്നുമില്ല, അവർക്ക് ഈ ഗാർബേജിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കുക, അവരുടെ ഇമോഷൻസ്, മനസ്സിലെ അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, കിട്ടാനുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും. ഇനി where am I want shoes, says a third boy who was never owned a pair all his life. Traveling across the country, I have seen children walking barefoot in cities, on village roads. It is not lack of money, but a tradition to stay barefoot, is one explanation. ഈ റൈറ്റർ പറയാണ്, പല രാജ്യങ്ങളും സഞ്ചരിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കുട്ടികൾ ചെരുപ്പിടാൻ നടക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് അത് കാശിലാണ്ടോ ചെരുപ്പിലാണ്ടോ ഇല്ല, അത് നമ്മുടെ ട്രഡീഷനാണ് ചെരുപ്പിടാൻ നടക്കുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇവിടെ റൈറ്റർ പറയുന്നത് അതൊരു എക്സ്ക്യൂസ് മാത്രമാണ്. ഓക്കെ, അത് ട്രഡീഷൻ എന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ഒരു എക്സ്ക്യൂസ് ആക്കുകയാണ്. ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മുഖമാണത്. ഒരു ചെരുപ്പ് പോലും സ്വന്തമായി ഇടാൻ കഴിയില്ലാത്ത കുട്ടികൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ ചുറ്റും ഉണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉണ്ട് എന്ന സത്യം ട്രഡീഷന്റെ പേരിൽ നമ്മൾ മറച്ചു വെക്കുക എന്നാണ് റൈറ്റർ ഇവിടെ പറയുന്നത്. അത് സത്യമല്ലേ?
സത്യമാണ് അല്ലേ? നമുക്കെല്ലാം ഉണ്ട്. ഇന്ത്യ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻക്രെഡിബിൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പാർട്ട് ഓഫ് ഇന്ത്യ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്, ഒരാളും മറക്കരുത് അല്ലേ? അത് റിഗാർഡ്ലെസ് റീജിയൻ, സൗത്ത് ആയിക്കോട്ടെ നോർത്ത് ആയിക്കോട്ടെ, എവിടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അത് സൗത്ത് ഇന്ത്യൻ ആണെന്നോ നോർത്ത് ഇന്ത്യനോ ഇല്ല, ഓൾ ആർ സെയിം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. നമുക്കറിയാം ടോയ്ലറ്റ്സ് പോലും അവൈലബിൾ അല്ലാത്ത ഒരു ഇന്ത്യ. അപ്പം എന്നാൽ മറ്റു രാജ്യങ്ങളിൽ കിട്ടാത്ത എന്താ പറയുക ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളുള്ള ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ 2 തലങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് വേണം? യെസ്, നമ്മളെപ്പോലുള്ളവർ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഞാൻ എപ്പോഴും പറയില്ലേ, അറിവിന് വേണ്ടി പഠിക്കും. ഒരു ചെറിയ സ്റ്റോറി ആണെങ്കിൽ നമുക്ക് എന്നും ജീവിതത്തിൽ മുറുക്കി പിടിക്കാൻ എന്തെങ്കിലും അതിൽ നിങ്ങൾ എടുക്കണം. ഓക്കെ, മാർക്കിന് വേണ്ടി വേറെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും കൂടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക കുട്ടികളെ, യെസ്, നമ്മുടെ ഇന്ത്യ പരിപൂർണമായിട്ട് ഡെവലപ്ഡ് ആയിട്ടില്ല, അത് സത്യമാണ്. സ്റ്റിൽ വി ആർ ഡെവലപ്പിംഗ്. അപ്പൊ ഇനി നമ്മൾ ഓരോ സ്റ്റുഡൻസും ആണ് ഇന്ത്യയുടെ ഭാവി എന്ന് നമ്മൾ പറയാറുണ്ട്. അത് സത്യമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും പറ്റും അത്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം വലിയ കാര്യമാണ്, അത് ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് നമുക്ക് ഇതൊക്കെ പഠിക്കാൻ തരുന്നത്. I wonder if this is only an excuse to explain away the perpetual state of poverty. നമ്മൾ ഈ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഓതർ അത്ഭുതപ്പെടുകയാണ്. ഈ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു എന്നും നെവർ എൻഡിങ് കണ്ടീഷൻ, പെർപെക്ച്വൽ സ്റ്റേറ്റ് ഓഫ് പോവർട്ടി പറഞ്ഞാല് നെവർ എൻഡിങ് കണ്ടീഷൻ ഓഫ് ബീയിങ് പുവർ ഉണ്ട്. സത്യമാണത്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്ത് എല്ലാവരും റിച്ച് ആയിരിക്കാം, എന്നും ഭക്ഷണം കഴിക്കുന്നവരുണ്ടായിരിക്കാം, വസ്ത്രങ്ങൾ ചിലപ്പോൾ ഉള്ളവരുണ്ടായിരിക്കാം. ബട്ട് ഇതൊന്നും ഇല്ലാത്തവര്, ഡെയിലി ഭക്ഷണം പോലും ക്ലിയർ ആയിട്ട് കഴിക്കാൻ കിട്ടാത്ത ഇന്ത്യൻ പീപ്പിൾ ഉണ്ട് ഇന്ത്യയിൽ, ഒരു ഭാഗത്തുണ്ട് എന്നത് സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഐ റിമെമ്പർ എ സ്റ്റോറി എ മാൻ ഫ്രം ഉഡുപ്പി വൺസ് ടോൾഡ് മീ. അപ്പോൾ നമ്മുടെ റൈറ്റർ, ഇപ്പൊ നമ്മുടെ എന്താ കൂട്ടരുടെ പേര്, ഷെഹബിന്റെ സ്റ്റോറിയിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിലും നമ്മുടെ റൈറ്റർ വേറൊരു കഥ ഓർക്കുകയാണ്. അതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, ഷെഹബ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഷെഹബും ഫ്രണ്ട്സും. As a young boy, he would go to school past an old temple where his father was a priest. He would stop briefly at the temple and pray for a pair of shoes. 30 years later, I visited his town and the temple, which was now drowned in an air of disillusion. In the backyard where lived the new priest, there were red and white plastic chairs. A young boy dressed in a grey uniform, wearing socks and shoes, arrived panting and threw his school bag on a fallen bed. Looking at the boy, I remembered the prayer another boy had made to goddess when he had finally got a pair of shoes. Let me never lose them. The goddess had granted his prayer. Young boys like the son of the priest now wore shoes, but many others were the rag pickers in my neighborhood remained shoeless. ഇതൊരു കഥ, ചെറിയ കഥ. അതായത് നമ്മുടെ റൈറ്റർ ഓർക്കുകയാണ് ഉടുപ്പിയിലുള്ള ഒരു സ്റ്റോറി. എ മാൻ ഫ്രം ഉടുപ്പി വൺസ് ടോൾഡ് ഒരിക്കൽ ഇവരോട് പറഞ്ഞതാണ് ഈ ഒരു കഥ. അതായത് ഈ ഒരു യങ് ബോയ് ഉണ്ടായിരുന്നു. അവന്റെ അച്ഛനൊരു അമ്പലത്തിൽ പ്രീസ്റ്റ് ആയിരുന്നു, പൂജാരിയാണെന്ന് നമുക്ക് പറയാം, അങ്ങനെ ഒരു പുരോഹിതനായിരുന്നു. അപ്പം ഇവര് ഈ അമ്പലത്തിന്റെ പിന്നില് ഒരു ടെന്റ് പോലെ ഒരു കുടിലാണ് ഇവര് താമസിച്ചിരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അമ്പലം, അതിന്റെ പൂജാരി വളരെ പാവപ്പെട്ട അവസ്ഥ, ഒരു ചെരുപ്പ് പോലും ഒന്നും ഇല്ലാത്ത അവസ്ഥ. He would stop briefly at the temple and pray for a pair of shoes. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യായിരുന്നു അറിയാമോ? സ്കൂൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ അമ്പലത്തിന്റെ അടുത്തുമ്പോൾ നിർത്തിയിട്ട് എപ്പോഴും ഒരു പെയർ ഓഫ് ചെരുപ്പിന് വേണ്ടി, ഒരു പെയർ ഓഫ് ഷൂസിന് വേണ്ടിയിട്ട് കുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി 30 years later, ഓക്കെ, 30 വർഷത്തിന് ശേഷം, I visited his town and the temple which was now drowned in the air of dissolution. അതായത് അവിടെ ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ എംപ്റ്റി ആണ്, അവിടെ ഒന്നുമില്ല. 30 ശേഷം വന്നപ്പോൾ നോക്കിയപ്പോൾ ഇൻ ദ ബാക്ക് യാർഡ് വോ ലീവ് ദ ന്യൂ പ്രീസ്റ്റ് there were red and white plastic chairs. A young boy dressed in a grey uniform wearing socks and shoes. അപ്പോൾ ഈ അതിന്റെ ബാക്ക് സൈഡിലായിട്ട്, നമ്മുടെ ഈ അമ്പലത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇപ്പൊ പ്രീസ്റ്റ് താമസിക്കുന്നത് അവിടെയാണ്. പക്ഷെ ഇവരെന്താ കണ്ടത്? A young boy dressed in a grey uniform wearing socks and shoes arrived panting and threw his bag
ടു ദ ബെഡ്. അപ്പോൾ ഇവർ കണ്ടത് ഒരു കുട്ടി ഒരു യൂണിഫോം. അപ്പോൾ ആ കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, ഷൂസും സോക്സ് ഒക്കെ ഇട്ടിട്ടുള്ള കുട്ടി യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് വേഗം അവന്റെ ബെഡിലേക്ക് അവന്റെ പുസ്തകമൊക്കെ ഇട്ട് ബാഗ്സ് വലിച്ചെറിഞ്ഞ് പാന്റിങ് പറഞ്ഞാല് പെട്ടെന്ന് അങ്ങനെ ഓടിക്കരച്ചു വന്ന് ആ ധൃതിയിൽ അങ്ങ് എറിഞ്ഞു. ലുക്കിംഗ് അറ്റ് ദ ബോയ് ഐ റിമെമ്പേർഡ്. അപ്പോ ഇവിടെ എന്താണ്, ഇപ്പൊ 30 വർഷങ്ങൾക്ക് ശേഷം ആ പ്രീസ്റ്റിന്റെ ലൈഫ് മാറി. അന്ന് ദാരിദ്ര്യമായിരുന്നു, ഒരു പെയർ ഷൂസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടില്ലേ, ഷൂ ഉണ്ട്, ഷോക്സ് ഉണ്ട്, ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ആൾ ഓടുകയാണ്. അപ്പൊ മീൻസ് അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, അവർക്ക് അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു ഷൂസും അതുപോലെ തന്നെ യൂണിഫോമും സ്കൂളിലൊക്കെ പോകാനുള്ള ലെവൽ അവര് ആയിട്ടുണ്ട്. ദെൻ ലുക്കിംഗ് അറ്റ് ദ ബോയ് ഐ റിമെമ്പർ. അപ്പൊ ആ കുട്ടിയെ നോക്കിക്കൊണ്ട് ഇവർ ഓർത്തു, നമ്മുടെ റൈറ്റർ ഓർത്തു, ദ പ്രയർ ഓഫ് അനദർ ബോയ്, മറ്റൊരു കുട്ടിയുടെ ഒരു പ്രാർത്ഥനയാണ് ഓർക്കുന്നത്. ഹാഡ് മേഡ് ടു ദ ഗോഡസ് വെൻ ഹി ഹാഡ് ഫൈനലി ഗോട്ട് എ പെയർ ഓഫ് ഷൂസ്. അതായത് മറ്റൊരു കുട്ടി എപ്പോഴും എന്താണ് പ്രാർത്ഥിച്ചിരുന്നതുപോലെ ഷൂസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു കുട്ടി, പക്ഷെ അവനക്ക് ഒരു ഷൂസ് കിട്ടിയപ്പോൾ അവൻ എന്താന്ന് പറഞ്ഞത്, ലെറ്റ് മീ നെവർ ലൂസ് ദം. ദ ഗോഡസ് ഹാഡ് ഗ്രാൻഡഡ് ഹിസ് പ്രയർ എന്നാണ് പറയുന്നത്. അതായത് അയ്യോ എനിക്ക് കിട്ടിയ ഷൂസ് ഒരിക്കലും എൻ്റെയൊക്കെ പോവല്ലേ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥിച്ചിരുന്ന ഒരു കുട്ടിയും കൂടി ഓർക്കുകയാണ്. അപ്പോൾ യങ് ബോയ്സ് ലൈക്ക് ദ സൺ ഓഫ് ദ പ്രീസ്റ്റ് നൗ വോർ ഷൂസ്. അപ്പൊ അവിടെ അവരെ ഫിനാൻഷ്യൽ ചേഞ്ച് അല്ലെ, പ്രീസ്റ്റിന്റെ സണ്ണിന് ഇപ്പോൾ ഷൂസ് ഉണ്ട്, യൂണിഫോം ഉണ്ട്, അപ്പൊ അവര് മാറി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ് മാറി. ബട്ട് മെനി അതേഴ്സ്, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം സംഭവിച്ചെങ്കിൽ കൂടിയും many others like the rag pickers in my neighborhood remain shoeless. പ്രസന്റിലേക്ക് വന്നു. അപ്പോ മാറ്റങ്ങൾ സംഭവിച്ചു, ഇന്ത്യയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രീസ്റ്റിന്റെ മകന് ഷൂസായി, യൂണിഫോമായി, ബാഗായി, സെറ്റപ്പായി. എന്നാൽ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ കൂടിയും still remains in my neighborhood barefoot kids those who are rag pickers. So still I have rag pickers as my neighbors, and even they don't have a pair of chapel or shoes, whatever. So they are still surviving for their life. They're losing their education. See, അപ്പൊ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ഉണ്ട് എഡ്യൂക്കേഷൻ ഇല്ലാത്ത, പ്രോപ്പർ ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു കൂട്ടം കുട്ടികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനത ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ മിസ് ആദ്യം പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത്. ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ്, സ്റ്റിൽ ഡെവലപ്പിംഗ്, ഇറ്റ്സ് നോട്ട് ഡെവലപ്ഡ്. ഇനിയും ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു. ആരൊക്കെ എവിടെയൊക്കെ ഡെവലപ്പായി എന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് ഒരു പരിപൂർണമായ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? യെസ്, ഒരാളും പട്ടിണി എടുക്കരുത്, ഒരാളും ഇതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ജീവിക്കരുത്. അപ്പൊ ഈ ഒരാളും എന്ന് പറയുന്നത് ഒരു പെർസെന്റേജ് ആണ് മിസ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു എമൗണ്ട്. ഇപ്പോൾ ഈ ഒരു കുട്ടി, നമ്മളുടെ ഈ ഷെഹബ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കൂട്ടം കുട്ടികളെയാണ്. ഇതേപോലെ ഇന്നും നിങ്ങൾക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്ന ഓരോ ചേരികളിലും, മുംബൈ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, എവിടെയൊക്കെ പോയാലും എന്നധികം പറയുന്നു. നമ്മുടെ ചില ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞു ബാല്യങ്ങൾ ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുന്നതും മറ്റുള്ളവരുടെ യാചിക്കുന്നതും ഒക്കെ. അപ്പോൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. സോ നമ്മളിപ്പോഴും പരിപൂർണമായിട്ട് നമ്മൾ ഡെവലപ്പ് ആയിട്ടില്ല. ഞാൻ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഡെവലപ്പായി എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ ഒരു പേഴ്സൺ, ഒരു വ്യക്തി തന്നെ ഞാൻ 100% ഡെവലപ്പായി എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ രാജ്യവും കൂടി ഡെവലപ്പ് ആവണം, എൻ്റെ നൈബർഹുഡ്, എൻ്റെ ഫ്രണ്ട്സ്, അപ്പോഴേ നമുക്ക് പരിപൂർണതയുള്ളൂ. നമ്മൾ ഒറ്റക്ക് ഒന്നുമല്ല. യെസ്, എനിക്കറിയാം, നിങ്ങൾക്കതറിയാവുന്ന. My acquaintance with the barefoot rag pickers leads me to Simapuri, a place on the periphery of Delhi, yet miles away from it metaphorically. അങ്ങനെ നമ്മുടെ റൈറ്റർ ഈ കുട്ടികളുമായിട്ട് കൂട്ടായി അല്ലെ പരിചയപ്പെട്ടു. അങ്ങനെ അവർ തമ്മിൽ കമ്പനിയായി. അപ്പൊ ഇവർ അക്വൈന്റൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ പരിചയപ്പെടൽ. അക്വൈന്റൻസ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുന്നതാണ് അർത്ഥം. അപ്പോ അങ്ങനെ ഇവരുടെയുള്ള ഈ കൂട്ട് സിമാപുരിയിലേക്കാണ് നമ്മുടെ റൈറ്ററെ എത്തിച്ചത്. എ പ്ലേസ് ഓൺ ദി പെരിഫറി ഓഫ് ഡൽഹി യെറ്റ് മൈൽസ് അവേ ഫ്രം ഇറ്റ് മെറ്റഫറിക്കലി. അപ്പോ പറയുന്നത് ഈ ഒരു ഡൽഹിയിലെ ഒരു പുറം പ്രദേശമാണ്. Those who live here are squatters who came from Bangladesh back in 1971. ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരാണ്. സ്ക്വാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുടിയേറിയവരാണ്. ഷെഹബ്സ് ഫാമിലി ഈസ് among them. ഷെഹബിന്റെ ഫാമിലിയും അവരിൽ പെട്ട ഒരാളാണ്. സിമാപുരി വാസ് then wilderness. ഓക്കെ, wilderness പറഞ്ഞാൽ വേസ്റ്റ് ലാൻഡ്. അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക? വൈൽഡർനെസ് അങ്ങനെയൊന്നും ആരും പ്രൊനൗൺസ് ചെയ്യരുത്. അതിന്റെ പ്രൊനൗൺസിയേഷൻ വരിക wilderness. അപ്പൊ അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം, വൈൽഡർനെസ് എന്ന് പ്രൊനൗൺസ് ചെയ്യരുത്. സിമാപുരി വാസ് ദെൻ എ wilderness. വളരെ സിമ്പിൾ ആണ്, wilderness. ഓക്കെ, യെസ്. സോ സിമാപുരി വാസ് ദെൻ എ wilderness. It still is, but it is no longer empty. അപ്പൊ പണ്ട് അത് ഉപയോഗശൂന്യമായ ഒരു ആവാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിരുന്നു.
ഈ വിൽഡേനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവാസയോഗ്യമല്ലാത്ത സ്ഥലമായിരുന്നു, എം ടി ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോ എം ടി അല്ല, പക്ഷെ സ്റ്റിൽ അത് ഒരു ഉപയോഗശൂന്യമായ സ്ഥലമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ എങ്ങനെ അത് ഫില്ലായി? ഇൻ സ്ട്രക്ചർ ഓഫ് മഡ് വിത്ത് റൂഫ്സ് ഓഫ് ടിൻ ആൻഡ് ടാർപോളിൻ, devoid of sewage, drainage or running water, live 10,000 rat pickers. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും കയറി വന്ന കുടിയേറ്റക്കാരായ ഇവരെല്ലാവരും 10,000-ഓളം വരുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവിടെ പ്രോപ്പറായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, ഡ്രൈനേജ് ഇല്ലാതെ, കുടിവെള്ളമില്ലാതെ ഒക്കെ കുഞ്ഞു കുഞ്ഞു കുടികൾ, ടെന്റുകൾ കെട്ടി അവരവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. They have lived here for more than 30 years without an identity, without permit, but with the ration card that get their names on voters list and enable them to buy grain. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി ഒന്നുമില്ല, അവര് കുടിയേറ്റക്കാരാണ്. പക്ഷെ അവർക്ക് എന്തുണ്ട്? റേഷൻ കാർഡ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്താ പറയുക, അവരുടെ എന്തെങ്കിലുമൊക്കെ റേഷൻ അവർക്ക് കിട്ടും. മാത്രമല്ല റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളത് ആവശ്യമാണ്. യെസ്, ഞാൻ പറയുന്നില്ല ആരുടെയാണെന്ന്. അപ്പോൾ വേറെ ഒന്നില്ലെങ്കിലും മസ്റ്റായിട്ട് റേഷൻ കാർഡ് ഉണ്ടാവണേ. എന്താ കാര്യം? അയ്യോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വസ്ത്രം ഇടലും കുഴപ്പമില്ല, വോട്ട് ചെയ്യണം കേട്ടോ, വോട്ട് ചെയ്തിരിക്കരുത് പ്ലീസ്, അല്ലേ? ആണോ? യെസ് മക്കളെ, നിങ്ങൾ കണ്ണ് തുറക്കുക, ചെവി തുറക്കുക, നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ where I am again. Yes, the food is more important for survival than identity, of course. തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കുറച്ച് അരിയെങ്കിലും കിട്ടും. ഐഡന്റിറ്റിക്കേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്താണ്? ഫുഡ് തന്നെയാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല അല്ലെ. ഭക്ഷണം തന്നെയാണ്, വിശപ്പ് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. If at the end of the day we can feed our families and go to bed without an aching stomach, we would rather live here than in the fields that gave us no grain. Say a group of women in tattered saris when I asked them why they left their beautiful land of green fields and rivers. അപ്പോൾ ഈ കുറച്ച് സ്ത്രീകളോട് നമ്മുടെ റൈറ്റർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ധാക്കയിൽ നിന്ന്, ഇപ്പൊ റൈറ്റർ എവിടെയാണുള്ളത്? യെസ്, ഈ കുട്ടികളുടെ സ്ഥലത്തേക്ക് സീമാപുരിയിലേക്ക് വന്നു. അപ്പൊ അവിടുത്തെ അമ്മമാരെയൊക്കെ കണ്ടു കാണൂല്ലോ. അപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ബംഗ്ലാദേശ് ബ്യൂട്ടിഫുൾ ആണല്ലോ, അവിടെ നെൽപ്പാടങ്ങളുണ്ട്, കൃഷികളുണ്ട്, പച്ചപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും മനോഹരമായ കുടിവെള്ളമുള്ള, നല്ല എയറുള്ള, ശ്വസിക്കാൻ പറ്റുന്ന വായുവുള്ള ഈ സ്ഥലത്തുനിന്ന് നിങ്ങൾ എന്തിനീ കൂമ്പാരത്തിലേക്ക്, ഈ ചപ്പ് കൂമ്പാരത്തിലേക്ക്, ഈ ചേരിയിലേക്ക്, സ്ട്രീറ്റിലേക്ക്, ഈ വേസ്റ്റ് ലാൻഡിലേക്ക് നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, നിങ്ങൾക്ക് രാത്രിയിൽ, അതായത് ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ രാത്രിയിൽ വിശക്കുന്ന വയറ് മാറ്റി സ്വസ്ഥമായിട്ട് വിശപ്പിന്റെ വേദന മാറ്റി നിങ്ങൾക്ക് നിങ്ങളെ കൂടെയുള്ളവരെ കെടുത്താൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്കതുപോലെ കെടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ സ്വർഗം. അപ്പൊ സ്വന്തം രാജ്യമെന്നോ സ്വന്തം സ്ഥലമെന്നോ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് എന്നോ ഒന്നുമില്ല. അപ്പോൾ ഇതിനേക്കാളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു മനുഷ്യൻ, ഒരു ശരാശരി മനുഷ്യൻ എന്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുക? എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുക വിശപ്പിന് തന്നെ. അപ്പൊ നിങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് സാധിക്കുന്നോ അത് തന്നെയാണ് നിങ്ങളുടെ വാസസ്ഥലം. അപ്പൊ അവിടെ വൃത്തിയോ പിന്നെ കുടിവെള്ളമോ ഡ്രെയിനേജോ ഒന്നും വിഷയമല്ല. അതാണ് ആ സ്ത്രീകൾ പറഞ്ഞ ആൻസർ. Then, wherever they find food, they pitch their tents that become transit homes. യെസ്, എവിടെയാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നത് അത് തന്നെയാണ് അവരുടെ ഹോം. അവിടെ അവരുടെ ടെന്റ് വലിച്ചു കെട്ടുന്നു, അവരവിടെ താൽക്കാലികമായ വീടുകൾ ഉണ്ടാക്കുന്നു, താമസിക്കുന്നു. Children grow up in them, becoming partners in survival അപ്പോൾ ഇവിടെ കുട്ടികളും അവരൊപ്പം വളരും. എന്നിട്ട് ഈ കുട്ടികള് നമ്മളൊക്കെ വീടുകളിൽ എങ്ങനെയാണ്? നമ്മൾ പാർട്ട്നേഴ്സ് ആണോ നമ്മുടെ വീട് നോക്കുന്നതിന്റെ ഭാഗം? അല്ല, നമ്മള് അവരെ അവര് സ്കൂളിലേക്ക് അയക്കുന്നു. നമ്മുടെ പാരന്റ്സ് നമുക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്തു തരുന്നു അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്നറിയാമോ? ഈ കുട്ടികളും ആ വീട് നോക്കുന്നതിന്റെ ഒരു ഭാഗമാകുകയാണ്. അവര് പുറത്തു പോകുന്നു, എന്ത് പണിയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു, കാരണം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായില്ലേ? യെസ്. And survival in Simapuri means rag picking. Though the years it has acquired the proportion of a fine arts. Garbage to them is gold. It is their daily bread, a roof over their heads, even if it is looking
even if it is a leaking roof. But for a child, it is even more. അപ്പോൾ ഇവിടെ സീമാപുരിയിലെ അവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് റാഗ് പിക്കിംഗ് തന്നെയാണ്. കാരണം എന്താ, യെസ്, നമ്മുടെ ഈ സീമാപുരി എന്ന് പറയുന്നത് സിറ്റിയിൽ മൊത്തം വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന പെറുക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് അവരുടെ ജീവിതത്തിലേക്ക് അവർ എടുക്കണം. ഇപ്പൊ ഒരു നാശായ ഒരു പേര് ഷൂസ് കിട്ടിയവർക്ക് അത് എടുക്കാം, കീറി പറഞ്ഞ വസ്ത്രമാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും തോന്നുമ്പോൾ അവരെടുക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കിട്ടും. അപ്പൊ അത് അവരുടെ ജീവിതമാർഗമാണ് ഈ റാഗ് പിക്കിംഗ് എന്ന് പറയുന്നത് എന്ന് പറയാണ്. അവർ വർഷം കഴിയും തോറും അവരതിൽ എക്സലന്റ് ആയി വരികയും ചെയ്യും. ഗാർബേജ് ടു ദം ഈസ് ഗോൾഡ്. അപ്പൊ ഗാർബേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർണ്ണമാണ്. മീൻസ് ഇവിടെ സ്വർണ്ണം ഉദ്ദേശിക്കുന്നത് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് അവർ. കാരണം എന്താ, അവരുടെ ജീവിതമാർഗമാണത്. ഇറ്റ് ഈസ് ദെയർ ഡെയിലി ബ്രെഡ്. കണ്ടോ, എ റൂഫ് ഓവർ ദെയർ ഹെഡ്സ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ലീക്കിംഗ് റൂഫ്, അല്ലെ? അതായത് ഈ ഗാർബേജ് എന്ന് പറയുന്നത് അവരുടെ മേൽക്കൂര, അവരുടെ ഷെൽട്ടർ ആണ്. ഈവൺ ഇഫ് ഇറ്റ്സ് ലീക്കിംഗ്, അത് ലീക്കിംഗ് ആയെങ്കിൽ പോലും നെവർ മൈൻഡ്, അതൊന്നും അവരെ ബോദർ ചെയ്യില്ല. അതായത് ഇപ്പോ നമുക്കെല്ലാം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ലീക്കായി നമുക്ക് ബോധറാം. പക്ഷെ തീരെ ഒരു ഷെൽട്ടർ, ഒരു മേൽക്കൂര ഇല്ലാത്തവർക്ക് കുറച്ച് ലീക്കായിട്ടുള്ള മേൽക്കൂര കിട്ടിയാലും ധാരാളമാണ്. അതാണ് ഒരു പാരന്റ് അല്ലെങ്കിൽ കുറച്ച് എൽഡേഴ്സിന്റെ ഒരു കൺസെപ്റ്റ്. ഇനി ബട്ട് ഫോർ എ ചൈൽഡ് ഇറ്റ് ഈസ് ഈവൺ മോർ. അതായത് വലിയവർക്ക് അതൊരു സർവൈവൽ മീൻസ് ഓഫ് സർവൈവൽ ആണെങ്കിൽ ഒരു കുട്ടിക്ക് അത് അതിനേക്കാൾ അപ്പുറമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം അവർക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റുകളും അതിൽ നിന്ന് ലഭിക്കും. മനസ്സിലായ? അത് കുട്ടിയായതുകൊണ്ടാണ് ആ എക്സൈറ്റ്മെന്റ്. I sometimes find a rupee, even a 10 rupee note. Shehab says, his eyes lighting up. പറയാണ്, ചില സമയത്ത് എനിക്ക് 1 രൂപ കിട്ടും, ചില നമുക്ക് 10 രൂപ വരെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ സന്തോഷം അവന്റെ എന്താ പറയാ കണ്ണുകളിൽ ഇങ്ങനെ തിളങ്ങുകയാണ്. When you can find a silver coin in a heap of garbage, you don't stop scrounging for there is hope of finding more. അപ്പൊ ഇവിടെ റൈറ്റർ പറയുകയാണ്, അതായത് ഇപ്പൊ ഒരു സിൽവർ കോയിൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നിനക്ക് 1 രൂപ കിട്ടി, പക്ഷെ പിന്നെ 10 രൂപ കിട്ടി, അപ്പൊ നീ വീണ്ടും അതിനു വേണ്ടി തരും. ഇനിയും കൂടുതൽ കിട്ടുമോ? അതൊരു ഹ്യൂമൻ നേച്ചർ അല്ലേ? എവിടെയാണെങ്കിലും ഇപ്പൊ ഇവരുടെ മീൻസ് ഓഫ് സർവൈവൽ ഗാർബേജ് ആണെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, അപ്പൊ നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയ എന്താണ്, നമ്മൾ ഒന്നും കൂടി ആക്റ്റീവായി. എനിക്ക് പ്രൊമോഷൻ കിട്ടി, അപ്പൊ ഞാൻ കുറച്ചുകൂടി ആക്റ്റീവായി, എനിക്ക് വേറൊരു ഡിഗ്നിറ്റിയിലേക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹയർ പൊസിഷനിലേക്ക് ഞാൻ മാറും. അപ്പൊ അതൊരു ഹ്യൂമൻ നേച്ചറാണ്. അപ്പൊ നമ്മുടെ കുട്ടികളായാലും വലിയവരായാലും ഒക്കെ നമുക്ക് എന്തോ കിട്ടിക്കൊണ്ടിരിക്കുന്നു, അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് നമ്മുടെ പ്രതീക്ഷയാണ് അവിടെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കുന്നത്. ഇനിയും കിട്ടുമെന്ന നമ്മുടെ ഹോപ്പാണ് അവിടെ നമ്മളെ നിലനിർത്തി കണ്ടിന്യൂ ചെയ്യും. അപ്പൊ സെയിം സ്ക്രൗഞ്ചിങ് വീണ്ടും തുടരുമെന്നാണ് പറയുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് ഫോർ ചിൽഡ്രൻ ഗാർബേജ് ഹാസ് മീനിങ് ഡിഫറെന്റ് ഫ്രം വാട്ട് ഇറ്റ് മീൻസ് ടു ദ പാരന്റ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പാരന്റ്സിന് അത് മീൻസ് ഓഫ് സർവൈവൽ ആണെങ്കിൽ കുട്ടികൾക്ക് അത് കാണുന്നത് വേറെ രീതിയിലാണ്. For the children, it is wrapped in wonder. For the elders, it's means of survival. കുട്ടികൾക്ക് അവരുടെ റാപ്ഡ് ഇൻ വണ്ടർ, അത് കൗതുകമാണ്, അതിൽ സർപ്രൈസസ് ആണ്. അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യണം. എങ്ങനെ അങ്ങനെ ആവണത്? കാരണം സംടൈംസ് they are getting something they wish ലോങ്ങിങ് ഫോർ. അവർ ആഗ്രഹിച്ചത് എന്തൊക്കെയോ ചിലപ്പം കിട്ടുക. അതിപ്പോ നാശമായതായാലും വേണ്ടില്ല, ഇച്ചിരി കളർ പോയതായാലും വേണ്ടില്ല, കീറിയതായാലും വേണ്ടില്ല, പക്ഷെ അത് കിട്ടുമ്പോൾ അവർ എക്സൈറ്റഡ് ആണ്. ഓക്കെ. One winter morning, I see Shahab standing by the fenced gate of the neighborhood club, watching 2 young men dressed in white playing tennis. I like the game, he hums, content to watch it standing behind the fence. I go inside when no one is around, he admits. The gatekeeper lets me use the swing. അപ്പോൾ ഒരു ദിവസം നമ്മുടെ റൈറ്റർ കണ്ടു, ഒരു ടെന്നീസ് ക്ലബിന്റെ മുന്നിൽ വേലിക്ക് നിന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഷഹബ് ടെന്നീസ് അവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ വാച്ച് ചെയ്യണം. അപ്പൊ റൈറ്റർ ചോദിച്ചല്ലോ, ഇവരിപ്പോ കൂട്ടായില്ലോ. അപ്പോൾ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ, ഗെയിം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറയാണ്. പക്ഷെ ഇവർ ആരും ഇല്ല, അവിടെ എം ടി ആണ്, പ്ലേയേഴ്സോ മീൻസ് അവിടുത്തെ ആൾക്കാരൊന്നും ഇല്ലാച്ചെങ്കിൽ എന്നെ ഈ ഗേറ്റ് കീപ്പർ ഉള്ളിലേക്ക് പോകാൻ അനുവദിക്കാറുണ്ട്, സ്വിംഗ് ഒക്കെ ഉപയോഗിക്കാൻ അനുവദിക്കാറുണ്ട്, സ്വിംഗ് ചെയ്യാൻ എന്നെ അനുവദിക്കാറുണ്ടെന്ന് പറയും. അപ്പോൾ വീണ്ടും കുഞ്ഞു ബാല്യങ്ങളിലെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, അവരുടെ ആ ആഗ്രഹത്തിന്റെ തീവ്രത, ഒഴുക്ക്, ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഒരു ടെന്നീസ് കളിക്കുക എന്നുള്ളതൊക്കെ പറ്റുക എന്നുള്ളതൊക്കെ ഈ ഒരു കുഞ്ഞു ബ്ലീക്ക് വേൾഡ് നമ്മൾ വീണ്ടും പറഞ്ഞു. അപ്പൊ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ദൂരെയാണ്. പക്ഷെ അവന് ഹീ സാറ്റിസ്ഫൈങ്, അവൻ സംതൃപ്തനാണ്, അവനക്ക് സംതൃപ്തി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബൈ ഹീസ് വാച്ചിങ്, ആ കളി കാണുന്നതിലൂടെ തന്നെ അവനക്കൊരു നല്ല ആനന്ദം ലഭിക്കുന്നുണ്ട്. Shahab too is wearing tennis shoes that look strange over his discolored shirt and shorts. Someone gave them to me, he says in the manner of an explanation.
അപ്പോൾ ഈ ആള് നമ്മുടെ ഷെഹബ് 2 ഷൂസൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഇത് കണ്ടു റൈറ്റർ അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ എന്നോണം ഇനി എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അയ്യോ ഇതെനിക്കൊരാൾ തന്നതാ എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഡിസ്കാർഡഡ് ഷൂസ് ഓഫ് സം റിച്ച് ബോയ് ഹു പെർഹാപ്സ് റിഫ്യൂസ് ടു വെയർ ദം ബിക്കോസ് ഓഫ് എ ഹോൾ ഇൻ വൺ ഓഫ് ദം does not bother him. അപ്പോൾ കാര്യം എന്താ വെച്ചാല് ഏതെങ്കിലും ഒരു പണക്കാരനായ കുട്ടി വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ഷൂസ് ആയിരിക്കും, കാരണം അതിൽ ഒന്നിനൊരു ഹോൾ ഉണ്ട്. അപ്പൊ അത് ആ കുട്ടിക്ക് അത് ഇടേണ്ടത് കൊണ്ട്. പക്ഷെ നമ്മുടെ ഷെഹബിന് അതൊന്നും ഒരു വിഷയമല്ല. ഇറ്റ്സ് നെവർ ബോദർ ഹിം ഓഫ് കോഴ്സ്. ആൻഡ് യെസ് അവനക്കതൊരു ഗിഫ്റ്റ് ആണ്, ഒരു വണ്ടർ ആണ്. For one who has walked barefoot, even shoes with a hole is a dream come true. But the game is watching so intently is out of his reach. Of course, അവനക്ക് എത്താവുന്നതിൽ ഒത്തിരി ദൂരെയാണ് ഒരു ഗെയിം എന്ന്. പക്ഷെ എന്താ പറയുക, ഷൂ ഒരു ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്ന കുട്ടിക്ക് ഒരു ഓട്ടയുള്ള ഒരു ഷൂ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നാണ് പറയുന്നത്. This morning Shahab is on his way to the milk booth. In his hand is a steel canister. I now work in a tea stall down the road, he says, pointing in the distance. ഇപ്പൊ ഇന്ന് നോക്കുമ്പോ ഷെഹബ് ഒരു മിൽക്ക് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കയ്യിലൊരു ക്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിച്ചപ്പോ നോക്കുമ്പോ ഞാനിപ്പോ അവിടുത്തെ ഒരു ടീ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ഹി സേസ് പോയിന്റിംഗ് അറ്റ് ദ ഡിസ്റ്റൻസ്, ദൂരെ ചൂണ്ടിക്കാട്ടി പറഞ്ഞ കാണുന്ന ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഐ ആം പെയ്ഡ് 800 rupees and all my meals. എനിക്ക് 800 rupees കിട്ടും, ഇൻക്ലൂഡിങ് മൈ മീൽസ്, എനിക്ക് ഭക്ഷണവും കിട്ടും. അപ്പൊ ഷെഹബിന്റെ സ്റ്റേറ്റ് മാറിയിട്ടു, അപ്പൊ ആളൊരു ജോലിക്കാരനായി. Does he like the job, I ask. His face, I see, has lost that carefree look. ചോദിച്ചു, നിനക്ക് ജോലിയൊക്കെ ഇഷ്ടായോ? അപ്പോഴാണ് ആ മുഖത്ത് കണ്ടത് അവനെ ആ ഒരു ബിഫോർ ഹി വാസ് റാക്ക് പിക്കർ ആയിരുന്നെങ്കിൽ കൂടിയും അവിടെ അവന്റെ മുഖത്ത് ഒരു സന്തോഷത്തിന്റെ ഒരു ഫ്രീഡത്തിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ അവനക്കത് കാണാനില്ല. അവിടെ ഒരു മങ്ങിയ ലുക്കാണ് കണ്ടത്. ആ ഫ്രീഡം, ആ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം അവന്റെ മുഖത്ത് കാണുന്നില്ല. The steel canister seems heavier than the plastic bag he would carry so lightly over his shoulder. എന്താ പറയുന്നത്, അവന്റെ കയ്യിലുള്ള ക്യാൻ, അവൻ മുന്നേ ക്യാരി ചെയ്തിരുന്ന ആ ഒരു എന്താ പറയുക, നമ്മള് ആ വേസ്റ്റ് സഞ്ചി, അതിനേക്കാൾ വെയിറ്റ് ആയിട്ടാണ് അവനക്ക് തോന്നുന്നത്. ഇവിടെ 2 അർത്ഥമാണുള്ളത്. The bag was the canister belongs to the man who owns the tea shop. Shihab is no longer his own master. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സ്റ്റോറി അവസാനിച്ചിരിക്കുന്നത്. കയ്യിലുള്ള തന്റെ ക്യാൻ തന്റെ മുന്നത്തെ മാറാപ്പ് തോപ്പിനേക്കാൾ വെയിറ്റ് ആയിട്ടാണ് ഷെഹബിന് തോന്നുന്നത്. പിന്നെ ഈ കാനിസ്റ്റർ ആരുടേതാണ്? ഷെഹബിന്റേതാണോ? അല്ല, ഇത് ആരുടേതാണ്? ഇത് ആ ഷോപ്പ് മുതലാളിയുടേതാണ്, എന്റെ സ്വന്തമല്ല. ഓക്കെ, മറ്റേത് എന്റെ സ്വന്തമായിരുന്നു, അതിലെനിക്ക് ഭാരമില്ല, ഇത് എനിക്കിന്ന് ഭാരമാണ്. ഓക്കെ, ദെൻ പിന്നെ എങ്ങനെയാണ് ആ സെന്റൻസ് വരുന്നത്? വളരെ ശ്രദ്ധിക്കണം. അവിടെ belongs to the shop, belongs to the man who owns the tea shop. Shihab is no longer his own master. Shihab is no longer his own master. അതായത് ഇപ്പൊ ഷിഹബിന്റെ ഒരു യജമാനുണ്ട്. മറ്റത് ഷിഹബിന്റെ യജമാനൻ ആരെന്നെയായിരുന്നു? ഷിഹബ് തന്നെയായിരുന്നു. അതായത് അവിടെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു, അല്ലെ? ആ ഫ്രീഡത്തിന്റെ സ്വാതന്ത്ര്യം അവന് പോയി. ഇപ്പൊ ഒരാളുടെ ചിട്ടയിലാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ ഒരു റാക്ക് പിക്കർ ആയെങ്കിലും അവന്റെ സ്വാതന്ത്ര്യം അവനക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ അവനക്ക് ഇച്ചിരി എന്താ പറയാ, വെയിറ്റ് ആണ്, ബുദ്ധിമുട്ടാണ്. മറ്റേത് അവന് ഫ്രീ ആയിരുന്നു. അവനക്ക് അവന്റെ സ്വപ്നങ്ങൾ, അവന്റെ നമ്മൾ പറഞ്ഞല്ലോ റാപ്ഡ് വിത്ത് വണ്ടേഴ്സ്, ആ ഗാർബേജിൽ നിന്ന് അവർക്ക് കിട്ടുന്നതെല്ലാം ഓരോ കൗതുകമായിരുന്നു. അവരത് എൻജോയ് ചെയ്തിരുന്നു. ഇവിടെ ബാല്യവേല, അതായത് ചെറുപ്പത്തിലെ കുട്ടികൾ ജോലിക്ക് പോകുമ്പോൾ ആ കുഞ്ഞു മനസ്സ് ഇടുങ്ങി, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ചിരി, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ഇടുങ്ങി ഒന്നും ഇല്ലാതാവുകയാണ്, അല്ലേ? ഒരാളുടെ കീഴിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അതൊക്കെ ആ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ റിയലൈസ് ചെയ്യുവാനും അതിനോട് ഈക്വൽ ടു ദ സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിനോട് അനുസരിച്ച് പെരുമാറാനെന്നുള്ള പക്വതയില്ലാത്ത പ്രായത്തിലാണ് കുഞ്ഞു കുട്ടികൾ ജോലിക്ക് പോകുന്നത്. അപ്പൊ അവർക്ക് മിസ്സാവുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഈ സ്റ്റോറി ഇവിടെ കഴിഞ്ഞു. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള കുഞ്ഞു സ്റ്റോറി. നമുക്കൊരു ഒരു അപരിചിതയും ഇതിലില്ല. എന്താ അതിന് പറയാ, നമുക്കൊരു ഒന്നും അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുഞ്ഞു കുട്ടികളെ ബസ് സ്റ്റാൻഡില്, ബസ്സില്, പിന്നെ ഹോട്ടലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവരുടെ ജീവിതമാണ് ഷഹബദില് കാണിച്ചു തരുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ മറ്റൊരു ഫേസ് ഇങ്ങനെയുണ്ട് എന്നതും, അതുപോലെ തന്നെ ആസ് എ പേഴ്സൺ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് എ സ്റ്റുഡന്റ് ഞാൻ എത്ര ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ്. കാരണം എനിക്കെല്ലാം ഉണ്ട്, പുസ്തകമുണ്ട്, ഓൺലൈനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതിനോട് നമ്മൾ ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതാണ്. ഓക്കെ,
സോ ഇതാണ് ഇന്നത്തെ സ്റ്റോറി. എല്ലാവരും നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വായിക്കുക, അറിയാത്ത വാക്കുകളുടെ അർത്ഥം കണ്ടെത്തുക, എഴുതി വെക്കുക, വായിക്കുക, നന്നായി വായിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പഠിക്കുക, മാർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അറിവിന് വേണ്ടി പഠിക്കുക. ഈ പഠിച്ചതിൽ നല്ല നല്ല വാല്യൂസ് ഉണ്ട്, അത് മനസ്സിൽ അങ്ങ് കൊത്തി വെക്കുക. ഓക്കെ, സോ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് story of this same chapter. Bye bye. Stay tuned now.